Good morning, students. Welcome to the video. Today I am discussing about the difference between constant voltage source and practical voltage source. ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സും പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ഈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്? വോൾട്ടേജ് നമുക്ക് തരുന്ന ഒരു സോഴ്സ് ആണ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ പവർ സപ്ലൈ കണ്ടു കാണും. പവർ സപ്ലൈ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. വോൾട്ടേജ് നമുക്ക് തരുന്ന ഒരു ഡിവൈസ് ആണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് തരുന്ന എന്തിനെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരം വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പക്ഷേ റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്ന സംഭവം അത് നിർമ്മിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് നിർമ്മിക്കുക ഇമ്പോസിബിൾ ആണ്. നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുന്ന സാധനമാണ് ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. പുസ്തകത്തിൽ തിയറിയിൽ മാത്രം പഠിക്കുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. അങ്ങനെ നിർമ്മിക്കുക ഇമ്പോസിബിൾ ആണ്. നമ്മൾ പ്രാക്ടിക്കലൊക്കെ ആയിട്ട് ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് സോഴ്സ് ആണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് നിർമ്മിക്കുക ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മാനുഫാക്ചർ എ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ എന്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, we know that there is two terminals for this voltage source. വോൾട്ടേജ് സോഴ്സിന് തീർച്ചയായിട്ടും രണ്ട് ടെർമിനൽ കാണും, പോസിറ്റീവും നെഗറ്റീവും. നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സിന് രണ്ട് ടെർമിനലുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ വോൾട്ടേജ് സോഴ്സിൽ നമ്മൾ എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ഈ രണ്ട് ടെർമിനലിനിടയ്ക്കുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ലോകത്ത് അങ്ങനെ സോഴ്സ് ഇല്ല, വോൾട്ടേജ് സോഴ്സ് ഇല്ല. ഓക്കെ, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് സോഴ്സിൽ നമ്മൾ എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ആ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ നോക്കുക. എ വോൾട്ടേജ് സോഴ്സ് ഈസ് said to be constant voltage source if potential across terminal is independent of current drawn from it. അതായത് potential across this terminal is constant, that is independent of current drawn from it. അതായത് ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് നമ്മൾ എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടെർമിനൽ ഈസ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കറന്റ് ഡ്രോൺ ഫ്രം ഇറ്റ്. നമ്മൾ എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയ ഒരു വോൾട്ടേജ് സോഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് വരും. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണും. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് മൂലം നമ്മൾ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്തോറും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, ചെറുതായിട്ട് ഡിക്രീസ് ചെയ്യും, കുറച്ച് ഡിക്രീസ് ചെയ്യും. പക്ഷെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും.
കാരണം there is no internal resistance. That is, internal resistance is absolutely zero. Because of that, the voltage across two terminal remains constant. Okay, independent of current drawn from it. Okay, voltage across two terminal is constant, and that is independent of current drawn from it. Because internal resistance is zero. Internal resistance zero ആയതുകൊണ്ട് എപ്പോഴും എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ആ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ അവിടെ there is internal resistance. അവിടെ എന്തായാലും ഇന്റേണൽ റെസിസ്റ്റൻസ് കാണും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, voltage across the terminal of a practical voltage source decreases as more current drawn from source. കൂടുതൽ കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ടെർമിനലും അക്രോസ് ആയ വോൾട്ടേജ് എന്തോ ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറയും. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിനകത്ത് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. എത്ര കറണ്ട് ഡ്രോ ചെയ്താലും ആ രണ്ട് ടെർമിനലിനിടയിലുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഗ്രാഫ് നോക്ക്, കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്തോ ചെയ്യും? ഡിക്രീസ് ചെയ്യും. കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. കാരണം അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ ഓഫ് എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഡിക്രീസസ് ആസ് മോർ കറണ്ട് ഡ്രോൺ ഫ്രം ദ സോഴ്സ്. കൂടുതൽ കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് എന്തോ ചെയ്യും? ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് എന്തോ ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് നിർമ്മിക്കാൻ സാധ്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിക്കുന്നതാണ്. ആ കേസിൽ, ആ ഐഡിയൽ കേസിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് സീറോ ആയതുകൊണ്ട് എത്ര കറണ്ട് ഡ്രോ ചെയ്താലും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടെർമിനൽ അക്രോസ് ആയ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നതോറും നമ്മൾ ആ രണ്ട് ടെർമിനൽ അക്രോസ് ആയ വോൾട്ടേജ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡൻസ് ചിലർ മാർക്ക് ചെയ്യുന്നില്ല. കർശനമായിട്ടും വീഡിയോ കണ്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. ഓക്കെ.